നമസ്കാരം. ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ നിർമ്മിത JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളും സൂപ്പർ മുഷാക്ക് ട്രെയിനർ വിമാനങ്ങളും സ്വന്തമാക്കാൻ ബംഗ്ലാദേശ് താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല സൈനിക ചർച്ചകളാണ് ഈ നീക്കത്തിന് പിന്നിൽ. ബംഗ്ലാദേശ് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ ഹസൻ മഹ്മൂദ് ഖാനും പാകിസ്ഥാൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദുവും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. ചൈനയുടെ സഹകരണത്തോടെ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മൾട്ടി റോൾ വിമാനം എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന യുദ്ധവിമാനമാണ് JF-17. ഇതിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ബ്ലോക്ക് 3 വാങ്ങുന്നതിലാണ് ബംഗ്ലാദേശ് താൽപ്പര്യം കാണിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ മികച്ച ആധുനിക സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നു എന്ന തോന്നലിലാണ് ബംഗ്ലാദേശിനെ ഇതിലേക്ക് ആകർഷിച്ചത്. ഒപ്പം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന സൂപ്പർ മുഷാക്ക് വിമാനങ്ങളും വേഗത്തിൽ എത്തിക്കാമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിൻ്റെ ബന്ധത്തിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിരോധ കരാർ ചർച്ചകൾ നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഈ സഹകരണം വെറുമൊരു ആയുധ കച്ചവടമല്ല. ഇതിന് പിന്നിൽ തന്ത്രപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ പാകിസ്ഥാനെയും ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നുണ്ട്. ആയുധങ്ങൾ നൽകുന്നതിനൊപ്പം ബംഗ്ലാദേശ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകാനും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഒരു സെന്റർ ആരംഭിക്കാനും പാകിസ്ഥാൻ തയ്യാറാണ്. ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ കരാർ സഹായിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. ബംഗ്ലാദേശ് ഈ യുദ്ധവിമാനങ്ങൾ ഔദ്യോഗികമായി വാങ്ങാൻ തീരുമാനിച്ചാൽ അത് ദക്ഷിണേഷ്യയിലെ വ്യോമസേന സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. പ്രത്യേകിച്ചും 2025 അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ഈ നീക്കങ്ങളെ വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.